നമസ്കാരമുണ്ട് ഗൈസ്. ആമസോണിലൂടെ ഈ വ്യക്തി എങ്ങനെ വെറും 3 മാസം കൊണ്ട് 6 ലക്ഷം രൂപയിലധികം ഉണ്ടാക്കി എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇദ്ദേഹം എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് ചെയ്യുന്നത് എൻ്റെ ഓർമ്മയിൽ ഏപ്രിലാണ് ഇദ്ദേഹം എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് ചെയ്യുന്നത്. ഏപ്രിലിൽ മെസ്സേജ് ചെയ്തിട്ട് ആൾ വളരെ ജനറലായിട്ട് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിനുശേഷം ആൾ മെയ് മുതൽ ആമസോൺ ചെയ്തു തുടങ്ങി. എനിക്ക് ഇത് അയച്ചു തരുന്നത് കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാസം ആൾ തന്നെ ഒരു നൈസ് വീഡിയോ ഉണ്ടാക്കിയായിട്ട് ആൾ അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മതം, ദേശം, വർഗം, ജാതി ഇതൊന്നുമില്ല. പണിയെടുക്കുക, പണം ഉണ്ടാക്കുക. ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. And now they trust me. 2 ആഴ്ച കൊണ്ട് നീ 10,000 ടൺ വിറ്റോ? 10 ദിവസം. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ വെറും ചുരുങ്ങിയ 3 മാസം കൊണ്ട്, തുടങ്ങിയ 3 മാസം കൊണ്ട് ആൾ 30,000 ദിർഹംസിലധികം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും സ്പെക്കുലേറ്റ് ചെയ്തിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇത് മറ്റേ മാജിക്കോ മന്ത്രമോ കാര്യങ്ങളോ ഒന്നല്ല, വെറും കച്ചവടമാണ്. ഈ കച്ചവടം ആമസോണിൽ കൂടെ ഏത് പോലീസുകാരും ചെയ്യാം. ഇത്ര ഈസി ആയിട്ട് നമ്മുടെ മുന്നിൽ കിടക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ചിലവർക്ക് ഉണ്ടാവും, ഇപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന പോലെ കച്ചവടം ഇത്രയും ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ 30% ആണ് പ്രോഫിറ്റ്. പിന്നെ ഓൾറെഡി സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഇദ്ദേഹം ചെയ്തത് നമ്മുടെ ചാപ്റ്റർ 9ത്തെ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ടാണ് ഈ 30% പ്രോഫിറ്റ്. ഇല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ എന്താണ്, ചാപ്റ്റർ 9 സ്ട്രാറ്റജി ഭയങ്കര ഈസിയാണ്. നമുക്ക് കുറേ കഷ്ടപ്പാടില്ല, സിമ്പിളായിട്ട് പരിപാടികൾ ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് സ്പെക്കുലേറ്റ് ചെയ്തിരിക്കാം, കച്ചവടം ചെയ്തു തുടങ്ങുന്നവർക്ക് കച്ചവടം ചെയ്തു തുടങ്ങാം. ബൈ.